ഹലോ എവ്രി വൺ, ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങൾ വളരെ റീസെൻ്റായിട്ട് മലേഷ്യ വരെ ഒന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആരെങ്കിലും ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ബഡ്ജറ്റ് എയർലൈൻസ് ആയ എയർ ഏഷ്യ എടുക്കുകയാണെങ്കിൽ കുറച്ച് ചീപ്പായിട്ട് നമുക്ക് മലേഷ്യ ട്രാവൽ ചെയ്തിട്ട് വരാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡേറ്റിൽ ട്രിവാൻഡ്രത്തു നിന്ന് ആ ഫ്ലൈറ്റ് ഇല്ലാഞ്ഞത് കൊണ്ട് നമ്മൾ മലേഷ്യൻ എയർലൈൻസ് ആണ് ചൂസ് ചെയ്തത്. ഇവരുടെ സർവീസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഒരു രക്ഷയില്ലായിരുന്നു. നല്ല സൂപ്പർ ഫ്ലൈറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെയാണ് കയറുന്നതെങ്കിൽ ആദ്യം തന്നെ ഒരു ആക്ടിവിറ്റി ബോക്സ് അവർ തരും. സോ എൻഗേജ്ഡ് ആയിട്ട് കുറച്ച് നേരം കുട്ടികൾ ഇരുന്നോളും. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇവിടുത്തെ ഇമിഗ്രേഷനിൽ അത്യാവശ്യം നല്ല തിരക്ക് കാണും. വളരെ സ്ലോ ആണ്. സോ കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നവർ ഒരു സ്റ്റോളർ അത്യാവശ്യമായിട്ട് കരുതണം. നമ്മളൊരു 1 to 2 hours നിൽക്കേണ്ട വന്നു അവിടെ. നമ്മളൊരു ട്രാവൽ ഏജൻസി വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്ത് തന്നോളും. ഇനി അതല്ല നമ്മൾ സ്വന്തമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ്. ഇതിനായിട്ട് വെറുതെ മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് കൊടുത്താൽ ഗൂഗിളിൽ കൊടുത്താൽ തന്നെ വരും. അതിൽ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസും പിന്നെ ഹോട്ടൽ ബുക്കിങ്ങും ആണ് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ 3 ദിവസം മുന്നേ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടതാണ് ഹോട്ടൽ ബുക്കിംഗ്. നമ്മൾ മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡിൽ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ വരുന്നതിന് മുന്നേ booking.com കൂടിയോ വല്ലതും നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് വേണ്ടതാണ് ഷോ മണി. അതൊരു $450 to $500 അല്ലെങ്കിൽ റിംഗറ്റ്സ് നമുക്ക് കരുതാവുന്നതാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്ര മണി നമ്മൾ റിംഗറ്റിലോട്ട് നാട്ടിൽ നിന്ന് തന്നെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ വന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറാൻ നിൽക്കല്, ഭയങ്കര നഷ്ടമായിരിക്കും. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മളൊരു മലേഷ്യൻ സിമ്മ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. 1000 രൂപയാണ് നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്തത്. അതിൽ ഡേറ്റ എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ ഇത് തികച്ചും ഓപ്ഷണലാണ്. മലേഷ്യയിൽ വന്നിട്ടായാലും നിങ്ങൾക്ക് സിം എടുക്കാം. പിന്നെ 6 months വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് വേണമെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ മലേഷ്യയിലെത്തി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ KLCCയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആദ്യത്തെ ദിവസം കുലാലംപൂർ സിറ്റി എല്ലാം ഒന്ന് കറങ്ങി കാണാമെന്നാണ് കരുതിയത്. അങ്ങനെ നമ്മൾ പെട്രോണാസ് ടവറിലെത്തി. അവിടുത്തെ ഫൗണ്ടൻ ഒക്കെ ഒന്ന് കണ്ടു. പിന്നെ പെട്രോണാസ് ടവറിന് മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ഡ്രീം. പിന്നെ നമ്മൾ പോയത് ബുക്കിൻ ബിൻഡാങ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലോട്ടാണ്. അവിടെ നമ്മൾക്ക് കുറേ നടക്കാനുണ്ട്. മലേഷ്യയുടെ ഒരു നൈറ്റ് ലൈഫ് ഒക്കെ കാണാൻ പറ്റും. കുറേ ഫുഡ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അധികം ഒന്നും ഞങ്ങൾ നടന്നില്ല. കാരണം വന്ന ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ പോകുന്നത് ജെന്നിങ് ഹൈലാൻഡ്സിലോട്ടാണ്. ഇത് കുറച്ച് ഹൈ റേഞ്ച് പോലത്തെ ഒരു സ്ഥലമാണ്. ഇതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. ഇതിൽ ഇനി നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്നത് കേബിൾ കാറിലാണ്. സോ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനായ ട്വിൻ സീ ടെമ്പിളിലെത്തി. ഇവിടെ കുറച്ച് അധികം നടക്കാനൊക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ബുദ്ധനുണ്ട്, ലാഫിംഗ് ബുദ്ധനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നല്ല വൈബുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നമുക്ക് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും ട്രൈ ചെയ്തില്ല. ഇവിടെ നമുക്ക് ഈ ലാഫിംഗ് ബുദ്ധൻ്റെ മുന്നിൽ സാമ്പ്രാണി കത്തിക്കാം. പിന്നെ ബുദ്ധൻ്റെ അടുത്ത് പോയി മണിയടിച്ച് ആഗ്രഹം പറയാം. പിന്നെ പോകുന്ന വഴിക്ക് കുറേ ഹെൽത്ത് സ്റ്റോറീസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ അടുത്ത കേബിൾ കാർ എടുത്ത് കുറച്ചുകൂടെ മുകളിലോട്ട് പോകുമ്പോഴാണ് ജെന്നിങ് ഹൈലാൻഡ്സ്. അവിടെ ഒരു വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. ബട്ട് നമ്മൾ ഇൻഡോർ ആക്ടിവിറ്റീസിലോട്ട് മാത്രമാണ് പോയത്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് മലേഷ്യൻ ഫുഡൊക്കെ ട്രൈ ചെയ്യാമെന്ന് കരുതി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഈ പാർക്കിൽ ക്യാഷ്ലെസ് ആണ്. കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ റൈഡ്സിലൊക്കെ കയറാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഈ താറാവിനെ ഇവിടെ ഒന്ന് ഗെയിം കളിച്ച് കിട്ടിയതാണ്. പിന്നെ നമ്മൾ അടുത്തത് പോയത് ബാട്ടു കേവ്സിലോട്ടാണ്. അവിടെ കുറേ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ കയറിയില്ല. നമ്മൾ ആകെ ടയേർഡായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലൊരു മുരുകൻ്റെ അമ്പലമുണ്ട്. അവിടെ നിന്ന് കയറി. പിന്നെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ട്. അവിടെ കയറി കുറച്ച് സാധനങ്ങൾ നാട്ടിലോട്ടുള്ളതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ആനന്ദഭവനും ശരവണ ഭവനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നാട്ടിലെ ഫുഡൊന്നും അങ്ങനെ മിസ് ചെയ്യത്തില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസം നമ്മൾ കുലാലംപൂർ അക്വേറിയം കാണാനാണ് പോയത്. അതിനുശേഷം നമ്മൾ കിങ്ങിൻ്റെ പാലസ് കണ്ടു. അവിടെ നമ്മൾക്ക് പാലസിനുള്ളിലൊന്നും കേട്ടില്ല കേട്ടോ. അവിടെ സൈഡിലുള്ള കുതിരക്കാരൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാം. പിന്നെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് കാണിക്കാൻ കൊണ്ടുപോയി. അവിടെയും കുറേ നടന്ന് എന്തൊക്കെയോ കണ്ടു. പിന്നെ നാഷണൽ മോണുമെന്റ്, ഇൻഡിപെൻഡൻസ് സ്ക്വയർ, അങ്ങനെ ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. പിന്നെ നമ്മളെ അവരൊരു ചോക്ലേറ്റ് ഫാക്ടറി കൊണ്ടുപോകും. അവിടെ നിന്ന് അത്യാവശ്യം ചോക്ലേറ്റ്സ് ഒക്കെ നാട്ടിലോട്ടുള്ളത് വാങ്ങിച്ചു. നല്ല ചോക്ലേറ്റ്സ് ആയിരുന്നു. പിന്നെ നമ്മൾ പുട്രജയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോയത്. അവിടെ കുറച്ച് ഗവൺമെൻറ് ഓഫീസുകൾ, പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ്, പിന്നെ പിങ്ക് മോസ്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. സോ തേർഡ് ഡേയിൽ ഒരു വാവ് ഫാക്ടറായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് കുറച്ച് വേസ്റ്റ് ഓഫ് ടൈമായിട്ടാണ് തോന്നിയത്. ഈ ട്രിപ്പിൽ എനിക്കൊരു നഷ്ടമായിട്ട് തോന്നിയത് ഞാൻ ലങ്കാവി ഐലൻഡ് മിസ്സാക്കി എന്നുള്ളതാണ്. എൻ്റെ പാക്കേജിൽ ഓൾറെഡി ഉണ്ടായിരുന്നിട്ട് പോലും വേറെ ഫ്ലൈറ്റ് എടുത്ത് പോകണമല്ലോ എന്ന് ആലോചിച്ച് മാത്രം ഞാൻ വേണ്ടാന്ന് വെച്ചൊരു സാധനമാണ് ലങ്കാവി ഐലൻഡ്. പിന്നീടാണ് ഞാൻ ശരിക്കും അത് മനസ്സിലാക്കുന്നത്. നമ്മൾ മലേഷ്യക്ക് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ലങ്കാവി. സോ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ്. ആരും മിസ്സാക്കില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ മലേഷ്യൻ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.